നമസ്കാരം. സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്കെതിരെ വീണ്ടും ശക്തമായ പ്രതിഷേധം. പദ്ധതി സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നുവെന്ന ആരോപണവുമായി സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സമീപിച്ചിരിക്കുകയാണ്. സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റും ബസ് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റുമായ ബിബിൻ ടി ആലപ്പാട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് യാത്രാ ചെലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ പ്രിയദർശിനി പദ്ധതി കൊണ്ടുവന്നത്. 2026 ജൂൺ 15-നാണ് പദ്ധതി ആരംഭിച്ചത്. KSRTCയുടെ നിശ്ചിത ഓർഡിനറി സർവീസുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽപ്പെട്ടവർക്കും സൗജന്യ യാത്രയാണ് പദ്ധതിയിലൂടെ അനുവദിച്ചിരിക്കുന്നത്. പദ്ധതി ആരംഭിച്ചതിന് പിന്നാലെ KSRTCയിൽ വനിതാ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ സർക്കാർ ആഘോഷിച്ച ഈ നേട്ടത്തിന്റെ മറുവശത്താണ് ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്ന വലിയ പ്രതിസന്ധി. ഒരേ റോഡിലൂടെ സർവീസ് നടത്തുന്ന 2 ബസ് സംവിധാനങ്ങളിൽ ഒന്നിന് യാത്രക്കാരിൽ നിന്ന് പണം വാങ്ങേണ്ടി വരികയും മറ്റൊന്നിലെ ഒരു വിഭാഗം യാത്രക്കാർക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന സാഹചര്യം സ്വാഭാവികമായും മത്സരത്തെ ബാധിക്കുമെന്നാണ് സ്വകാര്യ ബസ് മേഖലയിലെ പ്രധാന പരാതി. കോമ്പറ്റീഷൻ കമ്മീഷനിൽ നൽകിയ ഹർജിയിലും ഇതുതന്നെയാണ് പ്രധാനമായി ഉന്നയിച്ചിരിക്കുന്നത്. പ്രിയദർശിനി പദ്ധതി സ്വകാര്യ ബസ്സുകളുടെ മത്സരക്ഷമത ഇല്ലാതാക്കിയെന്നും KSRTCക്ക് മാത്രം പ്രത്യേക നേട്ടം ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് എന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം സ്ത്രീകൾ സൗജന്യ യാത്ര തിരഞ്ഞെടുക്കുന്നത് സ്വാഭാവികമാണ് എന്നതാണ്. ഒരേ റൂട്ടിൽ പോകുന്ന 2 ബസ്സുകളിൽ ഒന്നിൽ ടിക്കറ്റ് എടുക്കണം, മറ്റൊന്നിൽ പണം നൽകാതെ യാത്ര ചെയ്യാം എന്ന സാഹചര്യമുണ്ടെങ്കിൽ യാത്രക്കാരുടെ വലിയൊരു വിഭാഗം ഏത് ബസ് തിരഞ്ഞെടുക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീകൾ KSRTCയിലേക്ക് മാറിയതായി സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നു. ഇത് വെറും യാത്രക്കാരുടെ എണ്ണത്തിലെ ചെറിയ കുറവല്ലെന്നും നേരിട്ട് വരുമാനത്തെ ബാധിക്കുന്ന മാറ്റമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. സ്വകാര്യ ബസ്സുകളുടെ പ്രധാന വരുമാന സ്രോതസ് യാത്രക്കാരിൽ നിന്നുള്ള ടിക്കറ്റ് വരുമാനമാണ്. ഇന്ധന ചെലവ്, ജീവനക്കാരുടെ ശമ്പളം, അറ്റകുറ്റപ്പണി, ഇൻഷുറൻസ്, നികുതി, പെർമിറ്റ് തുടങ്ങി നിരവധി ചെലവുകൾ വഹിച്ചാണ് ഓരോ സ്വകാര്യ ബസ്സും നിരത്തിലിറങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ സ്ഥിരമായി ലഭിച്ചിരുന്ന യാത്രക്കാരിൽ വലിയൊരു വിഭാഗം മറ്റൊരു സംവിധാനത്തിലേക്ക് മാറുമ്പോൾ അതിന്റെ ആഘാതം നേരിട്ട് ബാധിക്കുന്നത് ബസ് ഉടമകളുടെ വരുമാനത്തിലാകും. ഇതിന്റെ പ്രത്യാഘാതം ഇതിനകം തന്നെ പല മേഖലകളിലും പ്രകടമാണെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകൾ പറയുന്നത്. പദ്ധതി നടപ്പാക്കിയതിനെ തുടർന്ന് 750 സ്വകാര്യ ബസ്സുകൾ സർവീസ് അവസാനിപ്പിച്ചതാണ് ഹർജിയിലെ ആരോപണം. ഈ കണക്ക് സംബന്ധിച്ച അന്തിമ സർക്കാർ പരിശോധന ആവശ്യമാണ്. എന്നാൽ സ്വകാര്യ ബസ് മേഖലയുടെ ആശങ്ക സർക്കാർ തന്നെ ഗൗരവമായി പരിഗണിച്ചിട്ടുണ്ടെന്നത് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാരണം സ്വകാര്യ ബസ് ഉടമകളുടെ പരാതികൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഗതാഗത മന്ത്രി CP ജോണിന്റെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെയാണ് പ്രശ്നം ശാസ്ത്രീയമായി പരിശോധിക്കാൻ സമിതി രൂപീകരിച്ചത്. മുൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറും DGPയുമായ K പത്മകുമാറാണ് സമിതി അധ്യക്ഷൻ. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്ററിലെ ഡോക്ടർ BG ശ്രീദേവി വൈസ് ചെയർപേഴ്സണുമാണ്. ഇവിടെയാണ് സർക്കാരിന്റെ നയപരമായ സമീപനത്തിനെതിരെ പ്രധാന വിമർശനം ഉയരുന്നത്. ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് മുൻപ് അതിന്റെ സാമൂഹിക നേട്ടം മാത്രമല്ല അതിന്റെ സാമ്പത്തികവും വിപണി സംബന്ധവുമായ പ്രത്യാഘാതങ്ങളും സർക്കാർ പരിശോധിക്കേണ്ടതായിരുന്നു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നത് ജനപ്രിയമായ തീരുമാനമാണെങ്കിലും അതേസമയം സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനത്തിന്റെ മറ്റൊരു പ്രധാന ഭാഗമായ സ്വകാര്യ ബസ്സുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന ചോദ്യം തുടക്കത്തിൽ തന്നെ പരിഗണിക്കേണ്ടതായിരുന്നു. സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് പ്രശ്നം ഉണ്ടായതിനു ശേഷം പരിഹാരം തേടുന്ന രീതിയാണെന്ന വിമർശനവും അതുകൊണ്ട് തന്നെ ശക്തമാവുകയാണ്. പ്രിയദർശിനി പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് സ്വകാര്യ ബസ് മേഖലയുമായി വിശദമായ ചർച്ച നടന്നിരുന്നു. റൂട്ടുകൾ തിരിച്ചുള്ള ആഘാത പഠനം നടത്തിയിരുന്നു. യാത്രക്കാരുടെ മാറ്റം എത്രത്തോളം ഉണ്ടാകുമെന്ന് കണക്കാക്കിയിരുന്നു. സ്വകാര്യ ബസ് മേഖലയുടെ നഷ്ടം എങ്ങനെ പരിഹരിക്കാമെന്ന് തീരുമാനിച്ചിരുന്നോ എന്ന കാര്യങ്ങളിൽ വ്യക്തത വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. പദ്ധതി ആരംഭിച്ച ശേഷം സർക്കാർ തന്നെ ചില റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് യാത്രക്കാരുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്ന് അംഗീകരിച്ചിരുന്നു. എന്നാൽ ഈ പ്രശ്നം സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ബസ്സുകളെയും ഒരേ രീതിയിൽ ബാധിക്കുന്നില്ലെന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകളും KSRTCയും ഒരേ റൂട്ടിൽ കൂടുതലായി സർവീസ് നടത്തുന്ന മേഖലകളിലാണ് പ്രശ്നം കൂടുതൽ പ്രകടമാകുന്നത് എന്നാണ് സർക്കാരിന്റെ നിലപാട്.
അങ്ങനെയെങ്കിൽ അതിലും വലിയ ചോദ്യം ഉയരുകയാണ്. പ്രശ്നം ചില പ്രത്യേക റൂട്ടുകളിലാണെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പദ്ധതി രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ ഈ റൂട്ടുകൾ കണ്ടെത്തി പ്രത്യേക നിയന്ത്രണം കൊണ്ടുവരേണ്ടതായിരുന്നില്ലേ? സർക്കാർ ഇപ്പോൾ KSRTCയും സ്വകാര്യ ബസ്സുകളും ഒരേ റൂട്ടിൽ സർവീസ് നടത്തുന്ന മേഖലകൾ കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് പദ്ധതി നടപ്പാക്കിയതിനു ശേഷമാണ് അതിന്റെ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞ് റൂട്ടുകൾ പരിശോധിക്കാൻ സർക്കാർ തയ്യാറാകുന്നത് എന്ന്. ഇതാണ് ഇപ്പോഴത്തെ സർക്കാർ നേരിടുന്ന പ്രധാന വിമർശനവും. ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ചെയ്യുന്ന ഒരു പദ്ധതി പ്രഖ്യാപിക്കുക എന്നത് എളുപ്പമാണ്. പക്ഷേ ആ പദ്ധതിയുടെ ചെലവ് എങ്ങനെ വഹിക്കും, അതിന്റെ ആഘാതം ഏത് മേഖലയിലാകും, മറ്റൊരു വിഭാഗത്തിന് ഉണ്ടാകുന്ന നഷ്ടം എങ്ങനെ പരിഹരിക്കും എന്നതുകൂടി സർക്കാരിന്റെ ഉത്തരവാദിത്തമായിരുന്നു. പ്രിയദർശിനിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് പ്രശ്നം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിൽ ആർക്കും എതിർപ്പില്ലെന്ന് സ്വകാര്യ ബസ് സംഘടനകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ ഒരു മുഴുവൻ സ്വകാര്യ ഗതാഗത മേഖലയെയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് അവരുടെ ആവശ്യം. ഒരു ബസ് സർവീസ് അടച്ചുപൂട്ടുമ്പോൾ നഷ്ടപ്പെടുന്നത് ബസ് ഉടമയുടെ മാത്രം വരുമാനമല്ല. ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ, വർക്ക്ഷോപ്പ് ജീവനക്കാർ, സ്പെയർ പാർട്സ് വ്യാപാരികൾ, ടയർ മേഖലയിലുള്ളവർ തുടങ്ങി നിരവധി ആളുകളെയാണ് അതിന്റെ പ്രത്യാഘാതം ബാധിക്കുന്നത്. സ്വകാര്യ ബസ് സർവീസുകൾ വലിയ തോതിൽ കുറയുകയാണെങ്കിൽ അതിന്റെ മറ്റൊരു ആഘാതം യാത്രക്കാർക്കും ഉണ്ടാകും. ഇന്ന് സൗജന്യ യാത്ര ലഭിക്കുന്നതുകൊണ്ട് KSRTCയെ മാത്രം മതിയെന്ന് തോന്നിയേക്കാം. എന്നാൽ എല്ലാ റൂട്ടുകളിലും ആവശ്യത്തിന് KSRTC സർവീസുകൾ ലഭ്യമാണോ എന്നതാണ് മറ്റൊരു വിഷയം. സ്വകാര്യ ബസ്സുകൾ പിന്മാറുന്ന റൂട്ടുകളിൽ പിന്നീട് യാത്രാ സൗകര്യം നിലനിർത്താനുള്ള അധിക ഉത്തരവാദിത്തം സർക്കാരിനും KSRTCക്കും വരും. അതിനാൽ കൂടുതൽ ബസ്സുകളും കൂടുതൽ ജീവനക്കാരും കൂടുതൽ സർവീസുകളും ആവശ്യമായി വരും. അപ്പോൾ ഇന്നത്തെ സൗജന്യ യാത്രാ പദ്ധതിയുടെ ചെലവിനൊപ്പം നാളത്തെ അധിക പൊതുഗതാഗത ചെലവും സർക്കാരിന് ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. പ്രിയദർശിനി പദ്ധതിക്ക് പ്രതിവർഷം ഏകദേശം 800 കോടി രൂപ ചെലവാകുമെന്നാണ് പദ്ധതി പ്രഖ്യാപന സമയത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം പദ്ധതി ആരംഭിച്ചതിന് പിന്നാലെ പ്രതിദിനം കോടിക്കണക്കിന് രൂപയുടെ സൗജന്യ ടിക്കറ്റ് മൂല്യം രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെറും സൗജന്യ യാത്രയുടെ കാര്യമല്ല, വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ഒരു സർക്കാർ പദ്ധതിയാണ്. അതിന്റെ ഗുണവും ചെലവും ദീർഘകാല പ്രത്യാഘാതവും സർക്കാർ കൃത്യമായി കണക്കാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് സർക്കാരിന്റെ ധനകാര്യ ആസൂത്രണത്തെയും ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വലിയ വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിനൊപ്പം വരുമാന നഷ്ടം നേരിടുന്ന മറ്റൊരു മേഖലയെ എങ്ങനെ സംരക്ഷിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. സ്വകാര്യ ബസ്സുകളുടെ വരുമാനം കുറയുകയും സർവീസുകൾ നിർത്തുകയും ചെയ്താൽ അതിലൂടെ ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടത്തിനും സാമ്പത്തിക ബാധ്യതയ്ക്കും ഉത്തരവാദി ആരായിരിക്കും എന്നതും സർക്കാരിന് മറുപടി പറയേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഹർജി എത്തിയിരിക്കുന്നത്. പദ്ധതി സ്വകാര്യ ബസ്സുകളുടെ മത്സരക്ഷമതയെ ബാധിക്കുന്നുണ്ടോ? സർക്കാർ സംവിധാനത്തിന് അനുകൂലമായി വിപണി സാഹചര്യം മാറുന്നുണ്ടോ? പൊതു താൽപര്യങ്ങളും മത്സര രീതിയും തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ഇനി നിയമപരമായും സ്ഥാപനപരമായും പരിശോധിക്കപ്പെടാനുള്ള സാഹചര്യമാണ് ഉള്ളത്. അതേസമയം പദ്ധതി പൂർണ്ണമായും പരാജയമാണെന്ന് പറയാനും കഴിയില്ല. സ്ത്രീകളുടെ യാത്രാ ചെലവ് കുറയ്ക്കുന്നതിലൂടെ നിരവധി കുടുംബങ്ങൾക്ക് സാമ്പത്തിക ആശ്വാസം ലഭിക്കുന്നുണ്ട്. KSRTCയിലേക്ക് അധിക വനിതാ യാത്രക്കാർ എത്തിയതും പദ്ധതിയുടെ ഒരു പ്രധാന ഫലമാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഈ ആനുകൂല്യം ഇല്ലാതാക്കുക മാത്രമാണ് പരിഹാരമെന്ന സമീപനം ശരിയാകില്ല. പക്ഷേ ഒരു വിഭാഗത്തിന് ആശ്വാസം നൽകുന്ന പദ്ധതിയുടെ പേരിൽ മറ്റൊരു വിഭാഗത്തെ തകർത്ത് മുന്നോട്ടു പോകുന്ന നയം അധികകാലം നിലനിൽക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇപ്പോൾ വേണ്ടത് രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളല്ല, വ്യക്തമായ കണക്കുകളാണ്. എത്ര സ്ത്രീകൾ പദ്ധതിയിലൂടെ സൗജന്യമായി യാത്ര ചെയ്യുന്നു? KSRTCക്ക് അതിലൂടെ എത്ര അധിക യാത്രക്കാരെ ലഭിച്ചു? സർക്കാർ എത്ര രൂപ ചെലവഴിക്കുന്നു? സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ എത്ര കുറവുണ്ടായി? എത്ര സർവീസുകൾ നിർത്തി? എത്ര തൊഴിലാളികളെ ബാധിക്കപ്പെട്ടു? ഏതൊക്കെ റൂട്ടുകളിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായത്? തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ പൊതുജനങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കണം. ഇതിനൊപ്പം സ്വകാര്യ ബസ് മേഖലയെയും പൊതുഗതാഗതത്തിന്റെ ഭാഗമായാണ് സർക്കാർ കാണേണ്ടത്. KSRTCയും സ്വകാര്യ ബസ്സുകളും പരസ്പരം ശത്രുക്കളായി കാണുന്ന സമീപനം കേരളത്തിന്റെ ഗതാഗത സംവിധാനത്തിന് ഗുണം ചെയ്യില്ല.